ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇവിടെ വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് ആയി. ഇനി വിൻ്ററിൻ്റെ ബ്ലാങ്കറ്റും ഡ്രസ്സും ഒക്കെ കഴുകി ഉണക്കി മടക്കി വെക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അങ്ങനെ ഒരു ടാസ്കിനായിട്ട് തൊട്ടടുത്തുള്ള കോയിൻ ലോണ്ടറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ ജപ്പാനിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു 2-3 ഇങ്ങനത്തെ കോയിൻ ലോണ്ടറീസ് കാണും. അതിവിടെ പല വീടുകളിലും, എല്ലാ വീടുകളിലല്ല, ചില വീടുകൾക്കൊന്നും ബാൽക്കണി ഉണ്ടാവാറില്ല. അതുപോലെ വിന്റർ ടൈം ആകുമ്പോൾ ഈ ഡ്രയർ ഒന്നും ഇല്ലാത്ത വീടുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് തുണി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കിട്ടുമല്ലോ. ആദ്യം നമുക്ക് ഡ്രം ക്ലീൻ ചെയ്യണം. അപ്പൊ ഡ്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ ഈ ഇവിടെ കാണുന്ന ഡ്രം ക്ലീനിങ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പൊ ഇത് ഡ്രം ക്ലീൻ ചെയ്യാൻ തുടങ്ങും. കാരണം ഇതിനു മുന്നേ ആരെങ്കിലും ഇത് യൂസ് ചെയ്തായിരിക്കുമല്ലോ, അപ്പോൾ അവരെന്തൊക്കെ സാധനമാണ് അത് ഇട്ടത് യൂസ് ചെയ്തെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അതിന് മുന്നേ നമ്മുടെ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്ത് റെഡിയാക്കും അവര്. അപ്പൊ ഇവിടെ ഡ്രം ക്ലീനിങ് നടക്കുകയാണ്. ഇനി ഈ മെഷീനകത്ത് നോട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇതിനകത്ത് നമ്മൾ കോയിൻ ആണ് ഇടേണ്ടത്. അപ്പൊ ഇവിടെ എത്ര മിനിറ്റ് എത്ര എണ്ണാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 60 മിനിറ്റ്സ് ആണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. അതിന് 1000 എണ്ണാണ്. അപ്പൊ ഈ 1000 എണ്ണ നോട്ട് നമ്മൾ മാറിയിട്ട് അത് കോയിൻ ആക്കണം. അപ്പൊ അങ്ങനെ കോയിൻ ആക്കാനുള്ള മെഷീൻ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ നമുക്കത് ആദ്യം കോയിൻ ആക്കാം. ഇതാണ് നോട്ട് ഇട്ടിട്ട് കോയിൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ. ഇതിങ്ങനെ എല്ലാ ലോണ്ടറി ഏരിയയിലും കാണും. അപ്പൊ നമ്മൾ ആദ്യം ഈ നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ താഴെ നമുക്ക് കോയിൻസ് വരും. ഇതിന്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇതിന്റെ ക്ലീനിങ് 1 മിനിറ്റ് കൊണ്ട് എന്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇടാനുള്ള നമ്മളുടെ ഞങ്ങളുടെ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീനിൽ ഇത്രയും വലിയ ബ്ലാങ്കറ്റ് ഒന്നും കേറില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കോയിൻ ലോണ്ടറിയിൽ വന്നത്. അത്യാവശ്യം വലുതാ, നല്ല വലിപ്പമുള്ള ബ്ലാങ്കറ്റ്. നമുക്ക് സോപ്പ് എടുക്കണമെങ്കിൽ മുമ്പേ നമ്മൾ നോട്ട് എക്സ്ചേഞ്ച് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ നമുക്ക് സോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 50N 40N ഒക്കെയാണ് ഈ സോപ്പിന്. ഈ സോപ്പാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ ബ്ലാങ്കറ്റിന് സോപ്പ് യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ബ്ലാങ്കറ്റ് ഭയങ്കര വലുതാണ്. അപ്പം സോപ്പ് ഇട്ടിട്ട് അത് വാഷ് ചെയ്യേണ്ട, അല്ലാതെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് 60 മിനിറ്റ് ഈ 1000 എണ്ണിന്റെ. അപ്പൊ അത് ആദ്യം പ്രസ് ചെയ്യാം. ഇനി നമുക്ക് കോയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് ഇത് ക്ലീനിങ് ഒക്കെ നടക്കും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതിനകത്ത് വാഷിങ്ങും ഡ്രൈയിങ് കൂടെ ഉണ്ട്. അപ്പൊ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് ഇത് ഡ്രൈ ആവും. ഇതിപ്പോ ഇവിടെ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വാഷിങ്ങും ഡ്രൈയിങ് കൂടെ ഒന്നിച്ചുള്ള മെഷീനാണ്. അപ്പൊ ഇത് 25 മിനിറ്റ്സ് വാഷ് ചെയ്യും. അത് കഴിഞ്ഞ് 35 മിനിറ്റ്സ് ഇത് ഡ്രൈ ആവാൻ എടുക്കും. അപ്പൊ നമുക്കിപ്പോ 60 മിനിറ്റിന്റെ സമയമുണ്ടല്ലോ. നമ്മളപ്പോ പോയിട്ട് ഷോപ്പിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 60 മിനിറ്റിന് ശേഷം ഇവിടെ വന്ന് ഈ ബ്ലാങ്കറ്റ് എടുക്കാം. ഇവിടെ പല ടൈപ്പ് വാഷിംഗ് മെഷീൻസ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ ഡ്രസ്സേ ഉള്ളെങ്കിൽ ഇതിനകത്ത് വാഷ് ചെയ്യാം. ഈ ഒരു 17 kg അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ വലിയതിൽ നമ്മൾക്ക് വാഷ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് അതുപോലെ ഷൂവും അങ്ങനെയുള്ള സാൻഡൽസ് പോലത്തെ സാധനങ്ങൾ വാഷ് ചെയ്യാനുള്ള അങ്ങനത്തെ ടൈപ്പ് വാഷിംഗ് മെഷീൻസും ഉണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബിസിനസ് ട്രിപ്പിനും അല്ലെങ്കിൽ ടൂറിസം അങ്ങനത്തെ പർപ്പസിനൊക്കെ ട്രിപ്പിനൊക്കെ വരുന്ന ആൾക്കാർക്കും വാഷിംഗ് മെഷീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിൽ ഹോട്ടൽസിലായിരിക്കും. ഇപ്പൊ മിക്ക ഹോട്ടൽസിലും ഇങ്ങനത്തെ ലോണ്ടറി വാഷിംഗ് ഏരിയാസ് ഒക്കെ കാണും. ഇത് ജപ്പാനിൽ മാത്രമല്ല, ഇന്ന് ഒത്തിരി കൺട്രികളിൽ ഇങ്ങനത്തെ കോയിൻ ലോണ്ടറീസ് അവൈലബിൾ ആണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇതൊക്കെ വളരെ കോമൺ ആണ്. എല്ലാ ഹോട്ടൽസിലും ഇങ്ങനത്തെ കോയിൻ ലോണ്ടറീസ് ഉണ്ട് കേട്ടോ. വൺ അവറിന് ശേഷം നമ്മളുടെ വാഷിംഗ് മെഷീൻ നിന്നിട്ടുണ്ട്. ഇതിപ്പോ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലാങ്കറ്റ് ഭയങ്കര വലുതായതുകൊണ്ട് അത് ഒരു പ്രാവശ്യം കൂടെ ആക്ച്വലി ഡ്രൈ ചെയ്യാൻ ഇടണം. പക്ഷെ അത് നമ്മൾ ഇടുന്നില്ല, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ്. അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു ബ്ലാങ്കറ്റ് ഉണങ്ങി കിട്ടാന്ന് പറഞ്ഞാൽ
ഉണങ്ങിയും കിട്ടി, നല്ല ക്ലീനും ആയി കിട്ടി. ആക്ച്വലി ഇത് നമ്മള് ശരിക്കും ഇതിൽ ഭയങ്കര പൊടിയൊന്നും ഇല്ല കേട്ടോ. നമ്മള് വിന്റർ കഴിയുമ്പോൾ എല്ലാ പ്രാവശ്യവും മടക്കി എടുത്ത് വെക്കും. പിന്നെ ഒരു 4-5 മാസം മടക്കി വെച്ചിരിക്കുന്നോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ബ്ലാങ്കറ്റ് ക്ലീൻ ആയി കിട്ടി. ഇനി ഇതെല്ലാം മടക്കി എടുത്ത് നേരെ വീട്ടില്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.